ഈ അടുത്ത് നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് കേരളത്തിൽ 14 വയസ്സിന് മുകളിലുള്ള സ്കൂൾ കുട്ടികളിൽ 35% പേർ സ്കൂൾ പരിസരത്ത് വെച്ച് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് എന്നാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് പേടിപ്പെടുത്തുന്ന കണക്കുകളാണ്. പഠനങ്ങളിൽ നിന്നും തെളിയുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള സ്വഭാവ വ്യതിയാനം കാണിക്കുന്ന കുട്ടികളിൽ മിക്കവർക്കും അസന്തുഷ്ടമായ കുടുംബ പശ്ചാത്തലമാണുള്ളത് എന്നാണ്. ദീപകിന്റെ കാര്യം എടുത്തു നോക്കൂ. വേണ്ടത്ര സ്നേഹവും പരസ്പര കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തൊരു വീടായിരുന്നു ദീപകിൻ്റെത്. വീട്ടിൽ തന്നെ ആർക്കും വേണ്ട എന്ന തോന്നലായിരുന്നു ദീപകിന് എപ്പോഴും ഒരു ഏകാഗി. ദീപകിന്റെ കൂട്ടുകാരിൽ പലരും അവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറഞ്ഞ് അവനെ മോഹിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് അവനെ ആദ്യ പുകയെടുക്കാൻ അവർ ക്ഷണിച്ചത്, വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ. ഒന്നോർക്കുക, വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ എന്ന പേരിൽ ആദ്യ പുകയെടുക്കുന്നവരിൽ 85% പേരും കൊക്കൈൻ പോലെയുള്ള മാരകമായ മയക്കുമരുന്നുകളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പിന്നെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത ഡ്രഗ്സ് ഉപയോഗിക്കാൻ ദീപക് തയ്യാറായി. തന്റെ ഉള്ളിലെ ഏകാന്തതയും ദുഃഖങ്ങളും ഇല്ലാതാക്കാൻ പറ്റുമെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. പാർട്ടികൾ നരകത്തിലേക്കുള്ള ഉല്ലാസയാത്രയെ മാറി. കൊക്കൈൻ പോലെയുള്ള മാരകമായ മയക്കുമരുന്ന് വസ്തുക്കൾ രക്തസമ്മർദ്ദം കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഹൃദയാഘാതം വരെ കൊണ്ടെത്തിക്കാം. ലിവർ, കിഡ്നി, ലങ്സ് എന്നിവയ്ക്കെല്ലാം പെർമനന്റ് ആയ ഡാമേജ് അത് വരുത്തിവെക്കാം. ഈ വസ്തുക്കളോടുള്ള അതിയായ അഡിക്ഷൻ ദീപകിനെ പണം മോഷ്ടിക്കാനും വീട്ടുസാധനങ്ങൾ പണയപ്പെടുത്താനും നുണ പറയാനും ഒക്കെ പ്രേരിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അഡിക്ഷന്റെ വഴിയിലേക്ക് എത്താൻ ഹെറോയിന്റെ ഒരു ഡോസ് എടുത്താൽ മതി. ഒടുവിൽ പോലീസ് ഇടപെടേണ്ടി വന്നു.
കുറച്ച് അറസ്റ്റുകളുണ്ടായി. ദീപകിനും കൂട്ടുകാർക്കും കുറച്ച് ദിവസങ്ങൾ കൗൺസിലിങ്ങിനും റീഹാബിലിറ്റേഷനും ഒക്കെ ചെലവഴിക്കേണ്ടി വന്നു. ഇത് ദീപകിന്റെ മാത്രം കഥയല്ല. ഇതുപോലെ എത്രയോ കുട്ടികൾ മയക്കമരുന്നിന്റെ ചതിക്കുഴിയിൽപ്പെട്ട് ജീവിതം നശിച്ചു പോയവർ. ഈ നിശബ്ദരായ കൊലയാളികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, നിങ്ങൾക്ക് വളരെ അടുത്ത്. എപ്പോഴും ഓർക്കുക, ഡ്രഗ്സിനായി നിങ്ങളോട് കൂട്ടുകൂടുന്നവർ നിങ്ങളുടെ യഥാർത്ഥ സ്നേഹിതരല്ല. നിങ്ങളുടെ നന്മ അവരാഗ്രഹിക്കുന്നില്ല. വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഈ നരകയാത്രയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ സഹായഹസ്തങ്ങൾ അരികെ തന്നെയുണ്ട്. മയക്കമരുന്നിന്റെ പിടിയിൽപ്പെട്ട് കുഴങ്ങുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ വിളിക്കുക 8891320005.